5ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലുള്ള ക്യാൻസർ വാർഡിലെ ചിരി എന്ന പാഠത്തിലുള്ള അർത്ഥം, വ്യാകരണം, ഇന്നസെൻറ്റിന് ഒരു കത്തെഴുതാം, സഞ്ജയൻ്റെ വരികൾ താരതമ്യം ചെയ്യാം, മുൻവർഷത്തെ പരീക്ഷാ ചോദ്യങ്ങൾ, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ, ഇവയുടെ എല്ലാം ഉത്തരമുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നസെൻറ്റിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട്, നമുക്കത് നോക്കാം. അതിലൊരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൻ്റെ ഒരു കവർ പേജിൻ്റെ ഫോട്ടോയാണത്. ഈ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പാഠഭാഗമായി എടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്നസെൻറ്റിൻ്റെ ഫോട്ടോയാണ് പുസ്തകത്തിലുള്ളത്. അതിനുശേഷം ക്യാൻസർ വാർഡിലെ എന്ന് കറുത്ത പശ്ചാത്തലത്തിൽ വെളുത്ത മഷിയിലും പിന്നീട് മഞ്ഞ നിറത്തിൽ ചിരി എന്നും കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം കാണുന്ന ഒരാൾ ആദ്യമായിട്ട് നോക്കുന്നത് അവരുടെ ശ്രദ്ധ തിരിയുന്നത് ഇന്നസെൻറ്റിൻ്റെ ഫോട്ടോയിലാണ്. ഇന്നസെൻറ്റിനെ കുറിച്ച് നമുക്കറിയാം, മലയാള സിനിമയിൽ ചിരി കൊണ്ട് കീഴടക്കിയ ഒരു സിനിമാ താരമാണ് ഇന്നസെൻറ്റ്. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് വരുന്നത് ചിരി എന്ന വാക്കാണ്. അപ്പോൾ ഇന്നസെൻറ്റും ചിരിയും ഒരുപോലെയാണ്. കാരണം ചിരി കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യാൻസർ വാർഡിലെ എന്ന വാക്കുകൾ വായിക്കുന്നത്. കാരണം ചിരി എന്നുള്ളത് വലുതാക്കി കൊടുത്തിരിക്കുകയും ക്യാൻസർ വാർഡിലെ എന്നത് ചെറുതാക്കി കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ചിരിയാണ് നമ്മൾ ആദ്യം കാണുന്നത്, പിന്നീടാണ് ക്യാൻസർ വാർഡിലെ എന്ന് കാണുന്നത്. ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത് ചേരാത്ത ഒരു പദപ്രയോഗമാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണ്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ ബാധിക്കും. തലച്ചോറ്, കഴുത്ത്, കുടൽ അതായത് വയർ, അതുപോലെ നമ്മളുടെ അസ്ഥിയുടെ മജ്ജ, ഇങ്ങനെ പല ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു മാരകമായ രോഗമാണ് ക്യാൻസർ. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. അതേസമയം പാരമ്പര്യമായിട്ടും പിന്നെ ജീവിതശൈലി കൊണ്ടും വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നുള്ളത്. ക്യാൻസറിന് ഫലപ്രദമായ മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ക്യാൻസർ തുടക്കത്തിൽ അറിയുകയാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. നമുക്ക് തുടക്കത്തിൽ ഒരിക്കലും ക്യാൻസർ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗാവസ്ഥ ഒരു 5-8 വർഷം കഴിയുമ്പോൾ മാത്രമാണ് അതൊരു വേദനയുള്ള ഒരു രോഗമായിട്ട് പരിണമിക്കുന്നത്. അപ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഒരിക്കലും വേദനയില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുകയില്ല. അതേസമയം രോഗം മൂർച്ഛിച്ച് വേദനയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ആയുസ് കുറച്ചുകൂടെ നീട്ടിക്കിട്ടുമെന്നുള്ളതല്ലാതെ രോഗം പൂർണ്ണമായി മാറിയതായി കേട്ടിട്ടില്ല. എന്നാൽ അപൂർവം ചിലരിൽ രോഗം മാറിയതായിട്ട് അവരെ അവകാശപ്പെട്ടുകൊണ്ട് പല ലേഖനങ്ങളും വന്നതായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഡോക്ടറല്ല, എങ്കിലും എൻ്റെ ചില അറിവുകൾ പങ്കുവെച്ചു എന്ന് മാത്രം. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് തിരുത്തി തരിക. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ അവരുടെ ജീവിതം അവസാനിച്ചതായിട്ടാണ് അവരത് കണക്കാക്കുന്നത്. നമ്മൾ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ പല ക്യാൻസർ രോഗ ആശുപത്രികളുണ്ട്. അവിടെ വാർഡുകളും റൂമുകളുമുണ്ട്. റൂം 1-2 പേഷ്യൻസാണ് ഉണ്ടാവുക. അതേസമയം വാർഡിലെ ബെഡ് നിരത്തിയിട്ട് കുറേ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാൻസർ വാർഡിലെ അന്തരീക്ഷം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓരോ രോഗിയുടെയും മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതം കഴിയുമെന്ന ഒരു നിരാശ അവരുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ആളെ പിറ്റേ ദിവസം കാണാതാവുകയും ചെയ്യും. അപ്പോഴത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നായിരിക്കും നേഴ്സുമാർ പേഷ്യൻറ്റിനോട് പറയുക. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് പോയതായിരിക്കാം. അപ്പോൾ ക്യാൻസർ വാർഡിലുള്ള പേഷ്യൻസിനറിയാം അവരുടെ ജീവിതം ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കൊണ്ട് ഇവിടെ തന്നെ അവസാനിക്കും എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ ക്യാൻസർ വാർഡിൽ ഒരു നിരാശയും ദുഃഖവും
കലർന്ന ഒരു സ്ഥലമായിരിക്കും. അവിടെ ചിരിക്കോ സന്തോഷത്തിനോ തമാശയ്ക്കോ ഒരു സ്ഥാനവുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചിരി എന്ന് പറയുമ്പോൾ, ക്യാൻസർ വാർഡിൽ ചിരി എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യമാണത്. ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങളാണ്. പഞ്ചസാര വെളുത്തതാണ്, കറുത്ത പഞ്ചസാര എന്ന് നമ്മൾ പറയുകയില്ലല്ലോ. അതൊരിക്കലും ചേരാത്ത പദപ്രയോഗങ്ങളാണ്. എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ചേരാത്ത ഒരു പദപ്രയോഗമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരൻ എന്തുകൊണ്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും തമാശയും എന്ന് അറിയുവാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവുകയും ഈ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമുക്കറിയാം ഇന്നസെൻറ്റിൻ്റെ ശൈലി. ഈ പുസ്തകം ഇന്നസെൻറ്റിൻ്റെ സിനിമ കാണാൻ തുടങ്ങിയാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാറില്ല. അത് കണ്ടു തീർന്നതിന് ശേഷമേ നമ്മൾ പോകാറുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാലും ഇടയ്ക്ക് നിർത്തി വെച്ച് പോകാൻ നമുക്ക് തോന്നുകയില്ല. തമാശയും കാര്യവും, കാര്യത്തിനിടയിൽ തമാശയും ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ വളരെ വിചിത്രമായ ഒരു തലക്കെട്ടാണ്. പിന്നെ ഇതിൻ്റെ ലേ ഔട്ട് ഈ എഡിഷനിൽ ഇങ്ങനെ വന്നതായിരിക്കും. അടുത്ത എഡിഷനിൽ ചിലപ്പോൾ അത് മാറി വരുമായിരിക്കാം. ഏതായാലും പെട്ടെന്ന് നമുക്ക് ഇന്നസെൻറ്റിൻ്റെ മുഖവും ചിരിയും പിന്നീടാണ് ക്യാൻസർ വാർഡിലെ എന്നുള്ളതും നമ്മളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചിന്ത ക്യാൻസർ വാർഡിൽ ചിരിയുണ്ടാവാൻ വഴിയില്ലല്ലോ എന്ന ചിന്തയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ആ പുസ്തകം എടുത്ത് വായിക്കാനും ഒരാഗ്രഹം നമുക്ക് തോന്നും. ഇനി നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു കുറിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഇന്നസെൻ്റ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്, MP ആണ്. ഇരിഞ്ഞാലക്കുടയിലുള്ള MP ആണ് ഇന്നസെൻ്റ്. MP ആകുന്നതിന് മുമ്പ് അസുഖബാധിതനായിരിക്കുമ്പോൾ ഇന്നസെൻ്റ് എഴുതിയ അനുഭവക്കുറിപ്പാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം. ഇന്നസെൻ്റ് എന്നാൽ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു മരുന്നാണ് എന്നാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ക്യാൻസർ രോഗികളിൽ കാണപ്പെടുന്ന വിഷാദം ഇന്നസെൻറ്റിനെ അലട്ടിയില്ല. ഒരുപക്ഷെ ഉള്ളിൽ അലട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ അദ്ദേഹം അഭിനയിച്ചു. ചിരിയുടെ ആശാനാണ് ഇന്നസെൻ്റ്. മറ്റൊരു കുടുംബാംഗത്തിനു കൂടി അർബുദമാണെന്നറിഞ്ഞപ്പോൾ തകർന്നു പോകാതെ കുടുംബമായി ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്ന യാത്രകൾ സ്വയം അദ്ദേഹം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അസുഖം അറിഞ്ഞ് കാണാനെത്തുന്നവരെയും അവരുടെ വാക്കുകളെയും പരിഹസിക്കുന്നുമുണ്ട് ഇന്നസെൻ്റ്. ഈ ക്യാൻസർ എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗവും പാരമ്പര്യം മൂലമുണ്ടാകുന്ന രോഗവുമാണെന്ന് പറഞ്ഞു. ക്യാൻസർ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് അർബുദം എന്ന് പറയും. അപ്പോൾ ഇന്നസെൻറ്റിന് അർബുദം ബാധിച്ചു. അദ്ദേഹം അതിൽ നിന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ് എന്നുള്ളത് ഡോക്ടർ പിന്നീട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇന്നസെൻറ്റിൻ്റെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. പ്രവർത്തനം 2. കഠിന പദങ്ങൾ. കഠിന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താതാത്മ്യപ്പെടുക, മറ്റൊന്നിനോട് ഐക്യപ്പെടുക, പ്രതിബന്ധം, തടസ്സം, പ്രതിബന്ധഘട്ടം, തടസ്സം വന്ന സമയം, സഹതാപം, അനുകമ്പ, സഹതാപ വാക്കുകൾ, അനുകമ്പയുള്ള വാക്കുകൾ, മിഥ്യ, യഥാർത്ഥമല്ലാത്തത്, സമാനം, ഒരേപോലെയുള്ള, വാലായ്മ, മരണവുമായി ബന്ധപ്പെട്ട അശുദ്ധി, പിണ്ടിപ്പെരുന്നാൾ, വാഴപ്പിണ്ടിയിൽ വിളക്ക് വെച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാൾ. തൃശ്ശൂർ ജില്ലയിലെ ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷം. ഇരിഞ്ഞാലക്കുടയിലുള്ള ക്രിസ്തീയ ദേവാലയമായ സെൻറ് തോമസ് കത്തീഡ്രലിൽ പിണ്ടിപ്പെരുന്നാൾ എല്ലാ വർഷവും ജനുവരി 2ാമത്തെ ആഴ്ച നടത്തുന്നു. ഈ ഉത്സവം 3 ദിവസം നീണ്ടു നിൽക്കും. പ്രവർത്തനം 4. പിരിച്ചെഴുതുക എന്നുള്ളതാണ്. പിരിച്ചെഴുതുമ്പോൾ വാക്കുകൾക്കൊരു പൂർണ്ണമായ അർത്ഥമുണ്ടാവണം. അർത്ഥമുണ്ടാവുന്ന രീതിയിലാണ് പിരിച്ചെഴുതേണ്ടത്. മരുന്നുകൾക്കൊപ്പം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ മരുന്നുകൾക്ക് പ്ലസ് ഒപ്പം എന്ന് വേണം. മരുന്നു, കൾ, കൊപ്പം അങ്ങനെ ചില കുട്ടികൾ എഴുതി കാണാറുണ്ട്. അങ്ങനെ എഴുതാൻ പാടില്ല. ഈ മരുന്നുകൾക്ക് എന്നുള്ളത് തന്നെ നമുക്ക് വീണ്ടും പിരിച്ചെഴുതാം. ഒരു അക്ഷരം പോലും നമുക്ക് വീണ്ടും പിരിച്ചെഴുതാം. മാ എന്നുള്ളത് മ പ്ലസ് ആയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും പിരിച്ചെഴുതാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പൂർണ്ണ അർത്ഥം വരുന്ന വിധത്തിൽ ഓരോ വാക്കുകൾ പിരിച്ചെഴുതുക എന്നുള്ളതാണ്. പരന്നു തുടങ്ങിയിരിക്കുന്നു, പരന്ന് പ്ലസ് തുടങ്ങി പ്ലസ് ഇരിക്കുന്നു. കൊണ്ടു നടക്കുന്നതിനെ, കൊണ്ട് പ്ലസ് നടക്കുന്നതിനെ. ആഘോഷങ്ങൾക്കൊന്നും, ആഘോഷങ്ങൾക്ക് പ്ലസ് ഒന്നും. അത് ആലോചിച്ചപ്പോൾ, അത് പ്ലസ് ആലോചിച്ചു പ്ലസ് അപ്പോൾ. അതിൽ 3 വാക്കുകളാണ് ഉള്ളത്. ഇനി 4ാമത്തെ സദൃശപദം നോക്കാം. അക്ഷരങ്ങൾ കൊണ്ടോ ഉച്ചാരണം കൊണ്ടോ ഏകദേശ സാമ്യം വരുന്ന പദങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
വർഷം മഴ, വർഷം കൊല്ലവർഷം അല്ലെങ്കിൽ കൊല്ലം, ഔഷധം മരുന്ന്, ഔഷധി മരുന്ന് ചെടി. ഇനി അഞ്ചാമത്തെ ചില പ്രയോഗങ്ങളാണ്. ചിരിക്കണോ കരയണോ? ഉത്തരം: എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രയോഗം ഉപയോഗിക്കേണ്ടത്. പ്രയോഗത്തിന് എപ്പോഴും വാക്കുകൊണ്ടുള്ള അർത്ഥമായിരിക്കില്ല, അതിലുപരി മറ്റൊരു അർത്ഥമായിരിക്കും. രണ്ടാമത്തെ പ്രയോഗം കഥകൾ കെട്ടഴിച്ചു, കഥയുടെ കെട്ടഴിച്ചു. ഈ ആദ്യത്തെ വാക്കായ കഥകൾ കെട്ടഴിച്ചു എന്നാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് പല സ്ഥലത്തും കഥയുടെ കെട്ടഴിച്ചു എന്നും ഈ പ്രയോഗം എഴുതി കാണാറുണ്ട്. ഉത്തരം: പണ്ട് നടന്ന സംഭവങ്ങളോ കാര്യങ്ങളോ വീണ്ടും വീണ്ടും പറയുന്നതുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഇനി നമുക്ക് പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റേതായ ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി. തൻ്റെ രോഗശമനത്തിനായി ഇന്നസെൻ്റ് സ്വയം തയ്യാറാക്കിയ ഔഷധം എന്തായിരുന്നു? ഉത്തരം: ചിരിയായിരുന്നു ഇന്നസെൻ്റ് കണ്ടെത്തിയ ഔഷധം. കണ്ണുകളിൽ ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു വെച്ച് എന്തിലും ഏതിലും ചിരി കണ്ടെത്താൻ ശ്രമിക്കുക. മരണഭയത്തെ കീഴടക്കാൻ ചിരി ഔഷധമാക്കുക. ഇതിൽ കണ്ണുകളിൽ ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു വെച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്ത് കാഴ്ച കണ്ടാലും അതിലൊക്കെ ഒരു ചിരി, ഒരു തമാശ കാണാനുള്ള ശ്രമമാണ് ഇന്നസെൻ്റ് നടത്തിയത് എന്നാണ് ഈ ഉത്തരം. ഏഴാമത്തെ ചോദ്യം: എന്താ ഇന്നസെൻ്റ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ? പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളമൊന്നുമില്ലാതെ. വഴിപോക്കൻ്റെ ഈ ചോദ്യത്തിന് ഇന്നസെൻറ്റിൻ്റെ മറുപടി എന്തായിരുന്നു? ഇല്ല, മരിച്ചിട്ടില്ല, അടുത്ത കൊല്ലം മരിക്കണതിൻ്റെ റിഹേഴ്സലാണ് എന്നാണ് ഇന്നസെൻ്റ് വഴിപോക്കനോട് പറഞ്ഞത്. അതായത് അടുത്ത കൊല്ലം മരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ മരിക്കുമെന്ന് ഇന്നസെൻറ്റിന് അറിയാം. പക്ഷേ അതിനെ പോലും ഒരു തമാശയായിട്ട് എടുത്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇന്നസെൻ്റ് പറഞ്ഞത്. എന്തിലും ഏതിലും തമാശ കാണുന്ന ഒരു സമീപനമാണ് ഇത്. എട്ടാമത്തെ ചോദ്യം: അതുവരെ പൊട്ടിച്ചിരിച്ച മമ്മൂട്ടി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. എന്തായിരിക്കും മമ്മൂട്ടി ഫോൺ കട്ട് ചെയ്യാൻ കാരണം? ചർച്ച ചെയ്യൂ. ഉത്തരം: മമ്മൂട്ടി ഫോൺ വിളിച്ചപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞത്, ഞാനൊരു ചെറിയ നടനായതുകൊണ്ട് കുറച്ച് തവണ റിഹേഴ്സൽ എടുത്താലേ മരിക്കൂ. മമ്മൂട്ടി ഒരു വലിയ നടനല്ലേ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആകുമോ എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മരണം ഒരു സത്യമാണ്, ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ സ്വന്തം മരണം, നമ്മൾ മരിക്കും എന്ന രീതിയിൽ മറ്റൊരാൾ പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. മമ്മൂട്ടിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്തത്. ഒൻപതാമത്തെ ചോദ്യം: ഇന്നസെൻറ്റിൻ്റെ രോഗാവസ്ഥ അദ്ദേഹത്തിലും ഭാര്യ ആലീസിലും ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യം ചെയ്യുക എന്നുള്ളത് ചില കുട്ടികൾ എഴുതാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മലയാളത്തിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ ഒരേപോലെയുള്ള ആശയങ്ങളായിരിക്കും. അപ്പോൾ ഈ തന്ന ആശയങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നത് രണ്ടിനെയും നമ്മൾ വിശദീകരിച്ചൊരു കുറിപ്പെഴുതുക. ഒന്നാമത്തെ ആശയത്തെ വിശദീകരിച്ച് ഒരു ചെറിയ കുറിപ്പെഴുതുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആശയത്തെ വിശദീകരിച്ച് ഒരു കുറിപ്പെഴുതുക. അതിനുശേഷം ഇത് രണ്ടും കൂടി നമ്മൾ താരതമ്യം ചെയ്ത ഏതാണ് മെച്ചമായത് എന്ന് കണ്ടെത്തി നമ്മളുടേതായ നിലയ്ക്ക് ഒരു കുറിപ്പെഴുതുക. അങ്ങനെ 3 ചെറിയ ഖണ്ഡികകളാണ് താരതമ്യം ചെയ്യുമ്പോൾ എഴുതേണ്ടത്. പക്ഷേ നമ്മൾ 5ാം ക്ലാസ് നിലവാരത്തിൽ 3 ഖണ്ഡികയായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, 2 ഖണ്ഡികയായിട്ട് എഴുതിയാൽ മതി. അതായത് ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശവും അത് വിശദീകരിച്ചുകൊണ്ടും രണ്ടാമത്തെ നിർദ്ദേശങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഒറ്റ ഖണ്ഡിക എഴുതുക. അതിനുശേഷം നമുക്ക് നമ്മളുടേതായ നിഗമനം കണ്ടെത്തുന്നത് ഒരു ചെറിയ ഖണ്ഡികയായിട്ട് എഴുതുക. അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒറ്റ ഖണ്ഡികയായിട്ട് എഴുതിയാലും മതി. നമുക്ക് 5ാം ക്ലാസ് ലെവലിൽ അങ്ങനെ ഒറ്റ ഖണ്ഡികയായിട്ട് എഴുതിയാലും മതി. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്നസെൻറ്റിൻ്റെ സമീപനം എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഭാര്യ ആലീസിൻ്റെ സമീപനം എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്താൽ നമുക്കൊരു നിഗമനത്തിൽ എത്താം. ഉത്തരം: ഇന്നസെൻ്റ് മഹാരോഗമാണെന്നറിഞ്ഞപ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീഴാതെ ചിരിയുടെ പിൻബലത്തിൽ ആ ദുഃഖാവസ്ഥയെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. ഇതാണ് ഇന്നസെൻറ്റിൻ്റെ. ഇനി നമുക്ക് ആലീസിൻ്റെ കാര്യം നോക്കാം. എന്നാൽ ഇന്നസെൻറ്റിൻ്റെ ഭാര്യയായ ആലീസിൻ്റെ മനസ്സാകെ മൂടിക്കെട്ടി. ഇങ്ങനെ അസുഖമായി കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ആഘോഷമൊന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇത് രണ്ടും നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതിയിരിക്കുകയാണ്.
ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, നമ്മളുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിഗമനം നമ്മൾ കണ്ടെത്തുന്നു. അതായത് ഇതിനെ രണ്ടിനെ നമ്മൾ പരിശോധിച്ച് ഗുണദോഷങ്ങൾ കണ്ടെത്തി നമ്മളുടേതായ ഒരു നിഗമനത്തിൽ എത്തുന്നു. നോക്കാം. ഇന്നസെന്റ് ക്യാൻസർ പേടിയെ കീഴ്പ്പെടുത്തി ചിരിയും ഫലിതത്തിലും കൂടി മുന്നേറാൻ ശ്രമിച്ചപ്പോൾ ഭാര്യ അവസ്ഥയിലുള്ള ഒരു വീട്ടിൽ ഇപ്പോഴേ ദുഃഖാചരണം നടത്തുകയാണ്. ഒരു വിഷയത്തിൽ രണ്ടു പേർക്കുള്ള കാഴ്ചപ്പാടുകളാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇതിൽ ഒരാൾ വരാൻ പോകുന്ന അപകടത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ മറ്റേയാൾ അതിൽ നിന്ന് അകലാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് എന്ന് കാണാം. ഇതിൽ ഇന്നസെന്റിന്റെ നിലപാടാണ് ഉചിതമായത്. അപ്പോൾ ഇതൊക്കെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഭാര്യ ആലീസ് പറയുന്നുണ്ട് ഇവിടെ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നസെന്റ് അങ്ങനെയല്ല. എല്ലാത്തിലും ഒരു തമാശ, സന്തോഷം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ രണ്ടുപേരുടെ സമീപനത്തിൽ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആലീസിന്റെ സമീപനമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ മിണ്ടാതെയും ഒക്കെ സങ്കടപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും സന്തോഷം വരികയാണെങ്കിൽ നേരത്തെ തന്നെ സന്തോഷിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ ഒക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളിപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് കാണാം. അപ്പോൾ ആലീസിൻ്റെ സമീപനമാണ് ഏറെക്കുറെ എല്ലാവർക്കും ഉള്ളത്. ഇന്നസെന്റിന്റെ സമീപനമാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് എന്നാണ് നമ്മൾ ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നസെന്റിന് ഒരു കത്തെഴുതുക എന്നുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കത്തെഴുതുമ്പോൾ അതിൻ്റെ ആ ചട്ടക്കൂട് നമ്മൾ പാലിച്ചിരിക്കണം. അതിന് ഒരു മാർക്കുണ്ട്. ചട്ടക്കൂട് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടുകയില്ല. ഉത്തരം പ്രേക്ഷകൻ. ഇനി അതിൻ്റെ അടിയിൽ ആ പ്ലസ് ചിഹ്നം ഇട്ടിരിക്കുന്നിടത്ത് നമ്മളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. നമ്മൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സാണ്, സ്കൂളിൻ്റെ പേര് എത്രയുമാണ് എഴുതേണ്ടത്. സ്വീകർത്താവ്, അതായത് കത്ത് കിട്ടേണ്ട ആളുടെ പേരാണ് ഇനി എഴുതേണ്ടത്. സ്വീകർത്താവ് എന്ന് എഴുതിയിട്ട്, അതായത് നമ്മൾ ഫ്രം എന്നത് പ്രേക്ഷകനും ടു എന്നത് സ്വീകർത്താവുമാണ് വെക്കേണ്ടത്. ഇന്നസെന്റ് സിനിമാ താരം, ഇരിഞ്ഞാലക്കുട. വളരെ ഫേമസ് ആയ വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു അഡ്രസ്സ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നസെന്റിന് ആ കത്ത് കിട്ടും. പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടാ, ഞാൻ ഡാഷ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് സാറിൻ്റെ ആത്മകഥയായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പാഠം പഠിക്കാനുണ്ട്. താങ്കളുടെ സിനിമയ്ക്കും ആ പാഠം എഴുതിയതിനും നന്ദി പറയുന്നു. ഏത് ദുഃഖത്തിലും ചിരി കാണാനുള്ള താങ്കളുടെ ഐഡിയ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഹോംവർക്ക് ചെയ്യാത്തത്, ഫീസ് അടയ്ക്കാത്തത്, മറ്റു കുട്ടികളുടെ കളിയാക്കൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എനിക്കുമുണ്ട്. പേടിച്ചാണ് പലപ്പോഴും സ്കൂളിൽ പോകുന്നത്. ഇനി ദുഃഖത്തിന് അടിമയാകാതെ ചിരിച്ചുകൊണ്ട് നേരിടാൻ ഞാനും പരിശീലിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊരു ആശയം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടിപൊളി ചിരിയോടെ. പിന്നെ നമ്മളുടെ പേരെഴുതുക, അതിനടിയിൽ ഒപ്പും അതിൻ്റെ അടിയിൽ സ്ഥലപ്പേരും തീയതിയുമാണ് വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കത്തിന് വേണ്ടത്. കത്തിന് കണ്ടൻറ്റ്, അതായത് ആ ഉള്ളടക്കത്തിനൊരു മാർക്കുണ്ട്. നല്ലൊരു കൂടുതൽ മാർക്ക് ഉള്ളടക്കത്തിനാണ്. ചട്ടക്കൂടിന് കുറച്ച് മാർക്കാണുള്ളത്. ഉള്ളടക്കത്തിൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, പരീക്ഷയിൽ ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ചേരുന്ന നല്ലൊരു കത്താണ് എഴുതേണ്ടത്. വെറുതെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടൊരു കത്ത് എഴുതിയാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയില്ല. നമുക്ക് 10ാമത്തെ ചോദ്യം. ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത വായിച്ച് താരതമ്യക്കുറിപ്പ് ചെയ്യാനാണ്. ആ കവിത എഴുതിയിരിക്കുന്നത് സഞ്ജയൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ്റെ വരികളാണ്. ഈ സഞ്ജയൻ ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ താരതമ്യക്കുറിപ്പ് നമുക്ക് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഞ്ജയനെക്കുറിച്ച് ഞാനൊരു കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലിതം പറഞ്ഞിട്ടുള്ള സാഹിത്യകാരനാണ് സഞ്ജയൻ. അദ്ദേഹം ഒരു ഫലിത മാസികയൊക്കെ ഇറക്കിയിരുന്നു. ദുരന്തമയമായിരുന്ന ജീവിതത്തിൽ നിന്നാണ് സഞ്ജയൻ മാണിക്കോത്ത് രാമുണ്ണി നായർ ഹാസ്യം വിരിയിച്ചത്. കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ട രാമുണ്ണിക്ക് ഭാര്യയും പിന്നീട് ഏകപുത്രനും മരിച്ചതോടെ അദ്ദേഹം ആകെ തളർന്നു. സഞ്ജയന്റെ ഹാസ്യാഞ്ജലിയിലെ ആദ്യ കവിതയായ അണിയറയിൽ നിന്നും അരങ്ങത്തു കർട്ടനുയരും വേളയിലൊരു വിദൂഷകൻ അതീവദീനനായി കളിയോഗനാഥൻ തിരുമുമ്പിൽ കൂപ്പു കരവുമായി ചെന്നു വണങ്ങി ചൊല്ലിനാൻ. അടിയനീ മുടി അഴിച്ചു വയ്ക്കുവാൻ അനുവാദം കനിഞ്ഞരുളണേ വിഭോ.
കളിയോഗ കർത്താവ് ഒരു ചെറുചിരി കലർന്നു ചൊല്ലിനാൻ അവനോടുത്തരം. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം, അതേ വിദൂഷകധർമ്മം. ചിരിയും കണ്ണീരും ഇവിടെ കാണുവതൊരുപോൽ, മിഥ്യയെന്നറിവോനല്ലോ നീ. ഇതാണ് സഞ്ജയൻ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം, മനസ്സിലെ ദുഃഖമാണ് ഈ കവിതയിൽ കാണുന്നത്. അടിയൻ ഈ മുടി അഴിച്ചു വയ്ക്കുവാൻ, അതായത് ഈ കിരീടം അഴിച്ചു വയ്ക്കുവാൻ, അതായത് ഉദ്ദേശിച്ചത് ഈ ഹാസ്യം പറച്ചൽ എന്ന് പറയുന്ന ഇത് ഞാൻ നിർത്തട്ടെ വിഭോ, എനിക്ക് ഹാസ്യം പറയുവാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സത്രയും ദുഃഖം നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കളിയോഗനാഥൻ തിരിച്ചു പറയുകയാണ്, കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം, അതാണ് വിദൂഷകധർമ്മം. നീയൊരു വിദൂഷകനാണ്, മറ്റുള്ളവരെ ചിരിപ്പിക്കേണ്ടവനാണ്, നിന്റെ ധർമ്മം അതാണ്. അപ്പോൾ നീ മറ്റുള്ളവരെ ചിരിപ്പിക്കണം. ഇതിൽ നിന്നും സഞ്ജയൻ്റെ മനസ്സിൽ അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പൊരുള് നമുക്ക് ഈ കവിതയിലൂടെ തന്നെ കാണുവാൻ സാധിക്കും. എത്ര ആഴമുള്ള ദുഃഖമാണ് സഞ്ജയൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. സഞ്ജയനെയും ഇന്നസെൻറ്റിനെയും താരതമ്യം ചെയ്യുക എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ താരതമ്യം ചെയ്ത രണ്ട് വിരുദ്ധ വിഷയങ്ങളായിരുന്നു. ഇവിടെ താരതമ്യം ചെയ്ത് എഴുതാൻ പറയുന്നത് ഏറെക്കുറെ സമാനമായ വിഷയങ്ങളാണ്. സഞ്ജയൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു, പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ മരിച്ചു, പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു മകനും മരിച്ചുപോയി. ഇതിൽ പരം ദുഃഖം ഒരാൾക്ക് നേരിടാനില്ലല്ലോ. ഇവിടെ ഇന്നസെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നസെൻറ്റിന് മഹാരോഗത്തിന് അടിപ്പെട്ടു. അദ്ദേഹം ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത്, കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഭാര്യ ആലീസിനും ഇതേ രോഗം തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതും ഒരു ഭയങ്കര ദുരിതകരമായ ഒരു അനുഭവമാണ്. ഒരാൾക്ക് ക്യാൻസർ വരുന്നു, അതേ കുടുംബത്തിൽ തന്നെ മറ്റൊരാൾക്കും കൂടി ഇതേ രോഗം വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ദൗർഭാഗ്യമാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും ഒരേപോലത്തെ ദുഃഖമാണ് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊന്ന് താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. രണ്ട് എതിർ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം. ഇവിടെ രണ്ടും ഒരേപോലത്തെ വിഷയമാണ്. അപ്പോൾ നമ്മൾക്കത് രണ്ടുപേരുടെയും കാര്യങ്ങളെ താരതമ്യം ചെയ്യാനല്ല, രണ്ടുപേരുടെയും സാമ്യ വ്യത്യാസങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. രാജാവിൻ്റെ സദസ്സിൽ ചിരിപ്പിക്കുക എന്നതാണ് വിദൂഷകൻ്റെ ധർമ്മം. ആ ജോലി ചെയ്യുമ്പോൾ സ്വന്തം കരളെരിയുന്ന സങ്കടം, തല പുകയുന്ന ദുഃഖമുണ്ടായാലും വിദൂഷകൻ രാജാവിൻ്റെ മുന്നിൽ സ്വയം ചിരിച്ച് രാജാവിനെ ചിരിപ്പിക്കണം. ക്യാൻസർ രോഗിയായ ഇന്നസെൻ്റ് വഴിപോക്കരോട് തമാശ പറഞ്ഞ് ചിരിക്കുന്നതും തിയേറ്ററിലും ടി വിയിലും ഇന്നസെൻ്റ് സിനിമകൾ കാണുന്നവരും വിചാരിക്കുന്നത് അദ്ദേഹം ഭാഗ്യവാനാണ്, സിനിമാ നടൻ, ഇഷ്ടംപോലെ പണം, സുഖജീവിതം എന്നൊക്കെ. പക്ഷേ ഉള്ളിലെ ദുഃഖം ഭയങ്കരമാണ്. ആദ്യം തനിക്കും പിന്നീട് ആലീസിനും രോഗം ബാധിച്ച ദുഃഖം. മരണമെന്ന സത്യം കൺമുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ചിരിയാകുന്ന പട്ടുതൂവാല കൊണ്ട് മൂടിയിട്ട് തമാശ പറയുന്ന വിദൂഷകനാണ് ഇന്നസെൻറ്റും സഞ്ജയനും. അപ്പോൾ ഇവിടെ അവർക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല, സാമ്യങ്ങളാണ്. അപ്പോൾ ആ രണ്ട് സാമ്യവും നമ്മൾ സൂചിപ്പിക്കുന്നു. അവർ തമാശ പറഞ്ഞ് ചിരിച്ച് സിനിമയിൽ ജീവിക്കുന്നത് ഉള്ളിലെ സന്തോഷം കൊണ്ടല്ല, മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതാണ്. ഈ ലോകത്തിലെ ചിരിയും കരച്ചിലും എപ്പോഴും സത്യമാവണമെന്നില്ല. ഇതാണ് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ലോകത്തിൽ ഒരാൾ എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത് കാണുമ്പോൾ അയാളൊരു സന്തോഷവാനാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല. അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മളെക്കാളും വലിയ ദുഃഖമായിരിക്കും, നമ്മൾ അനുഭവിക്കുന്നതിൻ്റെക്കാളും വലിയ ദുഃഖമായിരിക്കും അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ചിരി സത്യമല്ല, കരച്ചിലും സത്യമല്ല, ഒന്നും സത്യമല്ല. ഈ ലോകം മായയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ചിരിയും ഒരു ദുഃഖവും നീണ്ടു നിൽക്കുന്നതല്ല, എല്ലാം മാറിമറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു വ്യാകരണ ചോദ്യമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ വിവരണം തരാം. വ്യാകരണം നമ്മൾ വ്യാകരണമായിട്ട് പഠിക്കുന്നില്ല, എങ്കിലും അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നാമം, സർവനാമം, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് നാമം എന്ന് പറയുന്നത്. നാമത്തിനു പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം. അതായത് ഇപ്പോൾ നമ്മൾ ഫൈസൽ എന്ന് പറയുകയാണ്. ഫൈസൽ ക്ലാസ്സിൽ ഫസ്റ്റാണ്, ഫൈസലിന് എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട്, ഫൈസൽ
സ്പോർട്സിൽ മിടുക്കനാണ്, ഫൈസലിന് നല്ല സ്പീഡിൽ ഓടുവാൻ കഴിയും, ഫൈസൽ നന്നായി പാട്ട് പാടും. ഇങ്ങനെ ഫൈസലിനെ കുറിച്ച് പറയുമ്പോൾ ഫൈസൽ ഫൈസൽ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന് പകരം അവൻ എന്ന് മാറ്റി പറയാം. ഈ അവൻ എന്നുള്ളത് നാമത്തിന് പകരം നിൽക്കുന്ന ഒരു പദമാണ്. ഇങ്ങനെ നാമത്തിന് പകരം നിൽക്കുന്ന ധാരാളം പദങ്ങളുണ്ട്. അവൻ, അവൾ, അത്, ആ എന്നൊക്കെ. അങ്ങനെ നിൽക്കുന്ന പദങ്ങൾക്ക് പറയുന്ന പേരാണ് സർവനാമം. ഈ സർവനാമത്തെ തന്നെ നമുക്ക് മൂന്നായി തിരിക്കാൻ പറ്റും. പ്രഥമ പുരുഷ സർവനാമം, ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം. പ്രഥമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെയോ വസ്തുവിനെയോ കുറിച്ച് പറയുമ്പോഴാണ് പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണം: അവൻ, അവൾ, അത്, അവർ, അദ്ദേഹം, അയാളുടെ, അതിൻ്റെ, അതിന്. 2. ഉത്തമ പുരുഷ സർവനാമം നമ്മളെ പരാമർശിക്കുന്നതിനുള്ള പദങ്ങളാണ്. ഞാൻ, ഞങ്ങൾ, എനിക്ക്, എന്നോട്, എന്നെ, എനിക്ക്. 3. മധ്യമ പുരുഷ സർവനാമം ആരോടാണോ സംസാരിക്കുന്നത് അയാളെ സൂചിപ്പിക്കാനാണ് ഇത്തരം സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം: നീ, നിങ്ങൾ, നിങ്ങളോട്, നിനക്ക്, നിന്നോട്. പാഠത്തിലെ പുസ്തകത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. ഉത്തരം: പ്രഥമ പുരുഷ സർവനാമം അദ്ദേഹം, അവർ, അവൻ, അത്, അതിന്, അതിൻ്റെ, അയാളുടെ. ഇതെല്ലാം പ്രഥമ പുരുഷ സർവനാമത്തിൽ പെടുന്ന പദങ്ങളാണ്. ഇതിലെ പ്രഥമ പുരുഷ സർവനാമത്തിൽ പെടുന്ന മറ്റു പദങ്ങൾ കൂടി ഉണ്ടോ എന്ന് നിങ്ങൾ വായിച്ച് ഈ ലിസ്റ്റിൽ കൂടുതലുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. ലാസ്റ്റ് ചോദ്യമാണ്, 12ാമത്തെ ചോദ്യമാണ്. പരീക്ഷാ ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകൾ പരിശോധിച്ചപ്പോൾ 2 ചോദ്യങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. പ്രവർത്തനം 3, അതായത് അന്ന് ചോദിച്ച പരീക്ഷയിലെ പ്രവർത്തനം 3 അഭിമുഖ ചോദ്യാവലി. രോഗത്തെ മറികടക്കാൻ ചികിത്സയ്ക്കൊപ്പം ചിരിയെ പിൻബലമാക്കിയ പ്രശസ്ത സിനിമാ നടൻ ഇന്നസെന്റുമായി നമുക്ക് ഒരു അഭിമുഖം നടത്താം. അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് നിങ്ങളുടെ ഉണ്ടാക്കിയ ചിന്തകളിൽ നിന്നും ഏതാനും ചോദ്യങ്ങൾ തയ്യാറാക്കൂ. 5 ചോദ്യങ്ങളെങ്കിലും വേണം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6 തലക്കെട്ടിൻ്റെ പ്രത്യേകത കണ്ടെത്തൽ. പാഠപുസ്തകത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആത്മകഥാഭാഗം നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഈ തലക്കെട്ട് എത്രത്തോളം അനുയോജ്യമാണെന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം. പാഠപുസ്തകത്തിലെ ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള ആ പേര്, ആ പാഠത്തിന് അത് എത്രമാത്രം ചേരുമെന്നാണ് ചോദിക്കുന്നത്. അത് ചേരുമോ ഇല്ലയോ എന്ന് എഴുതുക. ചേരുമെങ്കിൽ എന്തുകൊണ്ട് ചേരുമെന്ന് എഴുതുക. അത് നിങ്ങളുടെ ഒരു നിഗമനമായിട്ട് എഴുതുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഒരു ഉത്തരം എഴുതുവാൻ സാധിക്കും. ഇത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ. ഇതിൽ നമ്മളെ പാഠത്തിലുള്ള ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും പിന്നെ മറ്റ് പുറമേയുള്ള കുറച്ച് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.